സംസ്ഥാനത്ത് വ്യാപകമായ മഴയാണ്. വിവിധ ജില്ലകളിൽ ഇടിയുമുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലയിലൊക്കെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതേപോലെ ദിവിഷ്, ഈ ഒരു മലയോര മേഖലയിൽ അടക്കം എവിടെയാണ് എങ്കിലും ആളുകൾ ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ്. പുറത്തിറങ്ങാതിരിക്കുക, ഈ പറഞ്ഞ പോലെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക, ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഹരീഷ് നമുക്ക് പോകേണ്ട. ഹരി, ഇപ്പോൾ ഹരി നിൽക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ നല്ല മഴയാണ്. മറ്റേതൊക്കെ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കേണ്ടത്? എത്ര ദിവസം ഒരു മഴ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്? അടുത്ത ഒരു 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. 4 മണിക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മുന്നറിയിപ്പുകൾ വന്നത്. ആ അലർട്ടുകളിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് പ്രവചനം. പക്ഷേ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല. യെല്ലോ അലർട്ടോ മറ്റ് മഴയുണ്ട് എന്ന തരത്തിലുള്ള മറ്റ് അലർട്ടുകളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശം. ഹരി, എത്ര ദിവസത്തേക്ക്? ഞാൻ പ്രത്യേകിച്ചും ചോദിക്കാൻ കാരണം തൃശ്ശൂർ പൂരമൊക്കെ ഇങ്ങ് വരാനിരിക്കുകയാണ്, ദിവസങ്ങളേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പൂരപ്രേമികൾക്ക് പോലും ആശങ്കയാണ്. മൂടിക്കെട്ടി നിന്നാലും കുഴപ്പമില്ല, മഴ പെയ്യാതിരുന്നാൽ മതി. അങ്ങനെ ഒരു സംസ്ഥാനത്തെ മൊത്തം അടുത്ത ഒരാഴ്ചത്തെ ഒരു കാലാവസ്ഥ വിവരങ്ങൾ എങ്ങനെയാണ് സാധ്യതകൾ പറയുന്നത്? ഏറ്റവും പുതിയ അറിയിപ്പിൽ ഒരു 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിപ്പുള്ളത്. പക്ഷേ ഇത് വേനൽ മഴയാണ്. ഉച്ച കഴിഞ്ഞ് ഈ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ 3 ദിവസത്തെ അറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ 6-നാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിലവിൽ അറിയിപ്പുകൾ അലർട്ടുകളായി നൽകിയിട്ടില്ല, മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ മലയോര മേഖലയിൽ മഴയുണ്ടാവും. ശരി, അപ്പോൾ 8 ഇടങ്ങളിലാണ്, ഇടുക്കി, മലപ്പുറം അടക്കമുള്ള ജില്ലകളാണ് യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ മഞ്ഞ മുന്നറിയിപ്പാണ്. അതായത് ഭേദപ്പെട്ട മഴ പ്രതീക്ഷിക്കണമെന്നാണ്. പക്ഷേ മുന്നറിയിപ്പ് ഇല്ലാത്ത തിരുവനന്തപുരത്ത് ഇപ്പോൾ നല്ല മഴയാണ്. തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, തമ്പാനൂർ ഭാഗത്തൊക്കെ വെള്ളക്കെട്ടും അതിരൂക്ഷമാകും. ഹരി, നമുക്കറിയാം തമ്പാനൂർ ഭാഗത്തൊക്കെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് വലിയ രീതിയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നഗരത്തിന്റെ എവിടെയൊക്കെയാണ് പ്രധാന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്? മഴ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നല്ല മഴ തിരുവനന്തപുരം നഗരത്തിൽ പെയ്യുകയാണ്. പക്ഷേ വെള്ളക്കെട്ടുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണ തമ്പാനൂർ ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം കയറാറുണ്ട്. പക്ഷേ മഴ തോർന്ന ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വെള്ളം പോകാറാണ് പതിവ്. പക്ഷേ ഇതുവരെ അങ്ങനെ തമ്പാനൂർ ഭാഗത്തൊന്നും വെള്ളക്കെട്ടുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഈ വഞ്ചൂർ ഭാഗത്ത്, വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് ചില ദിവസങ്ങളിൽ നല്ല മഴ പെയ്യുമ്പോൾ വെള്ളം കയറാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നും ആ രീതിയിൽ ഒരു വെള്ളക്കെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളം കൃത്യമായി ഒഴുകി പോകുന്നു. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാകാം. പക്ഷെ ഇപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മഴ ഇനിയും തുടരുകയാണെങ്കിൽ, നല്ല ശക്തമായ മഴയാണ്, വരും മണിക്കൂറുകളിലും മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഓഫീസ് സമയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയം ഇതുപോലെ വെള്ളക്കെട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പോകണമെന്നുള്ള ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കണം എന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ രീതിയിലാണ്. എന്തായാലും മഴ തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, മലയോര മേഖലകളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ശരി.